അടുത്തതായി എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. തന്നെയാണ് ഈ ബാസ്കറ്റ്ബോൾ കോർട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടാത്ത 9-10 വർഷം എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റൊരാളുടെ മുഖത്ത് വിടരുന്ന ഒരു ചെറിയ പുഞ്ചിരിയേക്കാളും വലിയൊരു അഡിക്ഷൻ ഒന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ളത്. ഗെറ്റ് അഡിക്റ്റഡ് ടു യുവർ ലൈഫ്. മറ്റൊന്നിനോടുമല്ല, ബോധം നിങ്ങളുടെ കളയുന്ന ഒന്നിനോടുമല്ല നിങ്ങളുടെ അഡിക്ഷൻ വേണ്ടത്. അടുത്തതായി എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളെയും ഈ നടുമുറ്റവും ഈ കോളേജും ഈ ബാസ്കറ്റ്ബോൾ കോർട്ടും ഒന്നും ജീവിതത്തിലെ നിർണായകമായ ഒരു സമയത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും യോജിപ്പുകൾക്കും അപ്പുറത്തേക്ക് ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കടന്നു വന്നപ്പം ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നൽകിയിട്ടുള്ള ആവേശം, നിങ്ങൾ നൽകിയിട്ടുള്ള കരുത്ത്, അധ്യാപകരുടെ പിന്തുണ, മാനേജ്മെന്റിന്റെ സ്നേഹമാണ്. അത് ഈ ബാസ്കറ്റ്ബോൾ കോർട്ടും അതിൽ അന്ന് അവിടെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചതും വടകരയ്ക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതും ഒക്കെ നിങ്ങൾ എല്ലാവരും നൽകിയ സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ അതിനൊക്കെയുള്ള നന്ദി പരമാവധി എൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ശ്രമിക്കുമെന്ന് കോളേജിനും ഈ യുവ സമൂഹത്തിനും ഇവിടുത്തെ മാനേജ്മെന്റിനും അധ്യാപകരോടും ഒക്കെ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ്. 30 വർഷം, 30 years അറ്റ് എ സ്ട്രെച്ച് ഇൻ എ കോളേജ്. 3 പതിറ്റാണ്ട് കാലം ഒരു കോളേജിന് വേണ്ടി പ്രവർത്തിക്കുക, ഒരു കോളേജിന് വേണ്ടി ജീവിക്കുക. 3 പതിറ്റാണ്ട് കാലം ഇവിടെ ഒരു മാഷിന്റെ കാര്യം, ഒരു അധ്യാപകന്റെ കാര്യം, എൻ്റെ അധ്യാപകൻ എന്നുള്ളത് ഒരാൾ പറയുമ്പോഴും എൻ്റെ മുൻ അധ്യാപകൻ എന്നൊരിക്കലും പറയാറില്ല. ഏത് കാലത്താണെങ്കിലും യു ടീച്ച് സമ്വൺ, നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും മുന്നായി പോവില്ല. അവർക്ക് എന്നും അവരുടെ മാഷും ടീച്ചറുമാണ്. 30 വർഷത്തിനിടക്ക് വെറും 124 കുട്ടികളുമായിട്ട് ഒരു 104 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മത്സരങ്ങളിലും സമ്മാനങ്ങൾ നേടാത്ത 9-10 വർഷം എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആളുകളുടെ മുമ്പിൽ വന്നൊരു വാക്ക് പറയുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന എന്നെപ്പോലെ ഒരാൾക്ക് പോലും അതിനപ്പുറത്തേക്ക് എന്നെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അധ്യാപകർ നൽകിയ പ്രചോദനമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അധ്യാപകർക്ക് ഇനിയുള്ള കാലത്തിന് എത്രത്തോളം പഠിപ്പിക്കാത്തേക്ക് പുതിയ കാര്യങ്ങൾ, ടു ടീച്ച് എന്നുള്ളതിനപ്പുറത്തേക്ക് ടു ലേൺ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള പ്രചോദനമായി മാറുക എന്നുള്ളതായിരിക്കും ചിലപ്പം ഇനിയുള്ള കാലത്ത് അധ്യാപകർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വാർത്തകൾ നമ്മൾ കേൾക്കുക. ഒരു സിനിമക്ക് കഥ എഴുതുമ്പോൾ ഉൾപ്പെടുത്തിയാൽ അത് ലോജിക്കലല്ല എന്ന് പറഞ്ഞ് ആരും കീറി വലിച്ചെറിയുമായിരുന്ന ഒരു സ്ക്രിപ്റ്റ് ജീവിതത്തിൽ നേരിട്ട് നമുക്ക് കാണേണ്ടി വരാൻ. ഒരു തിരക്കഥാകൃത്തും സിനിമക്ക് വേണ്ടി കഥ എഴുതുമ്പോൾ മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച് റൂമിലിട്ട് പൂട്ടുന്നത് എഴുതാനൊന്ന് മടിക്കും. ഏത് തിരക്കഥാകൃത്തും ഒരു സിനിമക്ക് വേണ്ടി കഥ ഉണ്ടാക്കുമ്പോൾ അവിടുന്ന് ആ മകൻ വാഹനം എടുത്തിട്ട് പോയിട്ട് സ്വന്തം അനിയനെ ക്രൂരമായി കൊന്നു തള്ളുന്നത് എഴുതാൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു തള്ളുന്നത് എഴുതാൻ ഒരു തിരക്കഥാകൃത്തും മടിക്കും. അത് കഴിഞ്ഞിട്ട് ഉപ്പയുടെ സഹോദരനെയും സഹോദരിയെയും ഇതേ ആള് വേറൊരു സ്ഥലത്ത് പോയിട്ട് കൊല്ലുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതും കഴിഞ്ഞ് 89 വയസ്സായിട്ടുള്ള മുത്തശ്ശിയെ, ഉപ്പയുടെ മാതാവിനെ ഈ മകൻ തന്നെ കൊല്ലുന്നത് ഒരു സിനിമാക്കാരന്റെ തിരക്കഥയിലും വരുമ്പോൾ അത് എഴുതുമ്പോൾ അയാളുടെ കൈകൾ വിറക്കുമെങ്കിൽ അത് ചെയ്യുമ്പോൾ വിറക്കാതെ പോയ കയ്യിലൊരു 23കാരന്റെ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യുവസമൂഹത്തോട് സ്നേഹത്തോടെ പറയുന്നു, അവനവന്റെ ബോധം നശിച്ചുകൊണ്ടുള്ള ലഹരികളല്ല, ബോധത്തോടെ ഇരിക്കുമ്പോഴുള്ള സന്തോഷങ്ങളാണ് ഈ തലമുറയെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് എന്നേമേൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എക്കാലത്തും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്, ആഗ്രഹത്തോടെയാണ് എന്നെ പോലുള്ള ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ലഹരിയുടെ യൂസേജ് സകല സീമകളും ലംഘിച്ച് നമ്മുടെ സ്കൂൾ കുട്ടികളിലേക്ക് എത്തുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ പരസ്പര സംഘർഷങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ജനറേഷൻ ഗ്യാപ്പ് അനുഭവിക്കുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ പറ്റി ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ തന്നെ ചെറുപ്പക്കാരനായിട്ട് അഭിനയിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ എനിക്കിപ്പോൾ അത് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ സംഘർഷങ്ങൾ എന്ന് പറഞ്ഞത് എൻ്റെ 10ാം ക്ലാസ്സിലെ സംഘർഷങ്ങളിലേക്കാണ് ഞങ്ങൾ ആലോചിച്ചു പോരുന്നത്. കയ്യിൽ നിന്ന് വീണുപോകുന്ന ഒരു ചോക്ലേറ്റ് ആദ്യം ആരെടുക്കുന്ന അറിയാൻ വേണ്ടി ക്ലാസ് റൂമിൽ പരസ്പരം ഉന്തിത്തള്ളി അതെടുത്ത് കൈക്കലാക്കി എടുത്ത് ഓടുന്നവർ. ഒരു പെന്നിനോ പേപ്പറിനോ ബുക്കിനോ ഒരു ചിരിക്കോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്കോ ഉണ്ടായിരുന്ന സ്നേഹമുള്ള ചില ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ആ ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും എവിടെയും സംഘർഷങ്ങൾ അത്ര പതിവായ ഒന്നായിരുന്നില്ല. ഇണക്കങ്ങളോ പിണക്കങ്ങളോ പലപ്പോഴും പകയുടെ രൂപം കൊണ്ടതും നമ്മൾ കാണേണ്ടി വന്നിട്ടില്ല. 10ാം ക്ലാസ്സുകാരന്റെ സംഘർഷത്തിൽ പരസ്പരം
തമ്മിലടിച്ച് ഒരു 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടിട്ട് അവന്റെ കണ്ണൊന്ന് പോയി നോക്കടാ എന്ന് ആർജവത്തോടെ, വലിയ സന്തോഷത്തോടെ, അഭിമാനത്തോടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷനുമായി ഗ്യാപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഇപ്പൊ സത്യം പറഞ്ഞാൽ തോന്നുകയാണ്. തന്തവൈബ് ബാധിക്കരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരാളുകളാണ് നമുക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ മെച്ചൂർഡായിട്ട് സംസാരിക്കുമ്പോൾ അത് തന്തവൈബാണെന്ന് കരുതി ഒരു ജനപ്രതിനിധിയാണ്, അപ്പൊ കുട്ടികളുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട് നിൽക്കണം, കണക്ട് ചെയ്ത് നിൽക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ തന്തവൈബ് ബാധിക്കരുത്. തന്തവൈബ് എന്ന് പറയുന്നത് പ്രായത്തിന്റെ അല്ല, അത് ആറ്റിറ്റ്യൂഡിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോ ചില വാർത്തകൾ കാണുമ്പോൾ, ചിലത് കേൾക്കുമ്പോൾ നമ്മൾ അത്തരം ചിന്തകളിൽ നിന്ന് മാറ്റം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ആലോചിച്ചു പോവുകയാണ്. ഒരു 10ാം ക്ലാസ്സുകാരനെ ഒപ്പമുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് സംഘടിച്ചിട്ട് എങ്ങനെയാണ് തല്ലി കൊല്ലാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിചാരിതമായിട്ടുണ്ടായി പോകുന്ന സംഘർഷങ്ങളല്ല, നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് ആയുധം കൊണ്ടുവന്നിട്ട് അത് പ്രയോഗിച്ചിട്ട് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് 10ാം ക്ലാസ്സുകാരന്റെ മനസ്ഥിതിയെ മാറുന്നുണ്ടെങ്കിൽ വി ഹാവ് ബിഗർ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് അപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാമ്പസിൽ പഠിക്കുക, നിങ്ങളുടെ മാർക്ക് വാങ്ങുക, നിങ്ങൾ പാസ്സാവുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, നിങ്ങളുടെ ജോലിക്കോ നമ്മുടെ സംരംഭത്തിനോ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയോ ശ്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പീരീഡിൽ ഇതിന്റെയൊക്കെ ഭാഗമാവുമ്പോൾ ഞാൻ ഉറപ്പിച്ചെന്റെ കൂട്ടുകാരോട്, ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ ഇതിനകത്ത് കൺസേൺഡ് ആവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിടയിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു പുൾ ദം ബാക്ക്. അവരെ ആ വഴിക്ക് അങ്ങനെ വിടാനല്ല, അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥത കാണിക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അവന്റെ തെറ്റുകുറ്റങ്ങളെ മറച്ചു വെച്ച് കൂടുതൽ ചെയ്യാനുള്ള പ്രചോദനമല്ല, അവനെ ആ വഴിയിൽ നിന്ന്, അവളെ ആ വഴിയിൽ നിന്ന് തിരിച്ചു ചേർത്ത് പിടിക്കാനുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുടെ സൗഹൃദം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ചങ്കുകൾ എന്ന് വിളിക്കുന്ന ആളുകളാണ്. ചങ്കുകൾ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അപകടങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് രഹസ്യമായി അതിന് പിന്തുണ തരുന്നവനല്ല നിങ്ങളുടെ ചങ്ക്. നമുക്ക് ആ വഴി വേണ്ട എന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ച് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ചങ്ക്. നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് അത്തരം ചങ്കുകളെയാണ്. അവരുടെ സൃഷ്ടിപ്പാണ് നിങ്ങളുടെ സൗഹൃദങ്ങൾ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അത് വലിയൊരു നെസസിറ്റി ആയിട്ട് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരികയാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ നാട് എവിടോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് അപകടങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ കരിയറിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ, നിങ്ങൾ ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ അവസരവും ഉത്തരവാദിത്വവും അതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിനെല്ലാം അപ്പുറത്തേക്ക്, അതെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. എന്റെ കുറവുകൾ നിങ്ങൾ അറിയരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. വി ആർ പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ്. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. ആ കുറവുകൾക്കെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചെറിയ ചില നന്മകളുണ്ട്. അതിനെ സ്വയം കണ്ടെത്തി അതിനെടുത്ത് പുറത്തെടുത്ത് അത് ജീവിതത്തിൽ ഒരു പ്രാക്ടീസ് ആക്കി മാറ്റുമ്പോൾ മറ്റെല്ലാ കരിയർ വിജയത്തിനും അപ്പുറത്തേക്ക് എങ്ങനെയും കഴിയാവുന്ന തരത്തിൽ, കമ്പാരിസണുകളില്ല, മറ്റാരെങ്കിലും പോലെ ആവാനല്ല, കഴിയാവുന്ന തരത്തിൽ ഒരു ഇച്ചിരി മനുഷ്യത്വമുള്ളവരായി വളരണേ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുമ്പോൾ, ഓരോ അധ്യാപകനും പഠിപ്പിക്കേണ്ട ആദ്യത്തെ പാഠം, ഓരോ വിദ്യാർത്ഥിയും പഠിക്കേണ്ട ആദ്യത്തെ പാഠം മനുഷ്യത്വം തന്നെയാണ് എന്നുള്ളത് ഈ കാലം നമ്മളോട് അടിയുറച്ച് പറയുകയാണ്. NAM കല്ലിക്കണ്ടി കോളേജിന്റെ നടുമുറ്റത്ത് നിന്ന് 30 വർഷം നിങ്ങൾക്ക് തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു അധ്യാപകൻ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം നിങ്ങളിൽ പകർന്നു നൽകിയിട്ടുള്ള മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനം മറ്റുള്ളവനോടുള്ള കരുണയും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ അഡിക്ഷൻസ് ഉണ്ടാവാം, അത് എത്ര വേണ്ടെന്ന് വെച്ചാലും ചിലതിനോടുണ്ടാവും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള അഡിക്ഷൻസ് ഉണ്ട്. നല്ല സൗഹൃദങ്ങൾ മനോഹരമായ അഡിക്ഷൻസ് അല്ലേ? എൻ്റെ കൂട്ടുകാർ, എൻ്റെ സൗഹൃദം, എൻ്റെ ചുറ്റുപാട്, നമ്മുടെ തമാശകൾ, നമ്മുടെ ഇണക്കങ്ങൾ, നമ്മുടെ പിണക്കങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ കരച്ചിലുകൾ, നമ്മുടെ പറച്ചിലുകൾ. ആൺകുട്ടിയോട് കരയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഞാൻ അതിനകത്തൊന്നും വിശ്വസിക്കുന്ന ആളുകളല്ല. എല്ലാവരും ചിലപ്പം കരയണം. അതൊക്കെ പറയപ്പെടും ചേർന്ന് നിർത്തുമ്പോൾ സാരല്ല എന്ന് പറയുന്ന ഒരു വാക്ക്, അതൊരു അഡിക്ഷനാണ് ജീവിതത്തിൽ. നല്ല അധ്യാപകർ ജീവിതത്തിൽ ഒരു അഡിക്ഷനാണ്. തൻ്റെ വഴിയിലൂടെ ചിലപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞ്, ചിലപ്പോൾ മുമ്പാണെങ്കിൽ ചൂരിലെടുത്ത്, പക്ഷെ എന്നെ കാണുമ്പോൾ വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അധ്യാപകനുമായിട്ടുള്ള ബന്ധം ലൈഫിൽ ഒരു അഡിക്ഷനാണ്. പഠിച്ച സ്ഥാപനത്തോട്, പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ഉള്ളൊരു ബന്ധം ലൈഫിൽ ഒരു അഡിക്ഷനാണ്. മനോഹരമായ കലാമുഹൂർത്തങ്ങൾ, നല്ലൊരു പാട്ട്, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സന്തോഷമുള്ളതോ സങ്കടമുള്ളതോ വേദന തരുന്നതോ പ്രണയം തരുന്നതോ വിരഹം തരുന്നതോ എന്തുമാവട്ടെ, ആ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അത് നിങ്ങൾക്ക് അഡിക്റ്റഡ് ആവാൻ പറ്റിയ ഒന്നാണ്. മനോഹരമായിട്ടുള്ള ഒരു നൃത്തം ജീവിതത്തിൽ നിങ്ങളുടെ അഡിക്ഷനാണ്. ആ ചുവടുകൾ, ആ കാൽപാദങ്ങൾ, കയ്യിലെ വിരലിലെ ഓരോന്നിലെയും ഭാവങ്ങളും മുഖത്തെ ഭാവങ്ങളും അതൊക്കെ നിങ്ങൾക്ക് അഡിക്ഷനാണ്.
മനോഹരമായ അഭിനയമുഹൂർത്തം അത് നിങ്ങൾക്കൊരു അഡിക്ഷനാണ്. എഴുത്ത് നിങ്ങൾക്കൊരു അഡിക്ഷൻ ആവാം, വര നിങ്ങൾക്കൊരു അഡിക്ഷൻ ആവാം. ഒന്നും വേണ്ട, വെറുതെ ഒരാൾ ഇരിക്കുമ്പോൾ അടുത്ത് ചെന്നിരുന്നിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഖത്ത് വരുന്ന ഒരു പുഞ്ചിരി നിങ്ങൾക്ക് അഡിക്ഷൻ ആവാം. ഒരാളുടെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന ഒരു പെന്നിനെ എടുത്തിട്ട് തിരിച്ച് ആ പോക്കറ്റിൽ വെച്ചു കൊടുക്കാൻ അയാൾ അതിനു വേണ്ടി കുമ്പിടുന്നതിന് മുമ്പ് നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ അത് ചിലപ്പം ഒരു അഡിക്ഷൻ ആവാം. വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് പുറത്തുനിന്ന് തട്ടി എല്ലാം ശരിയാവുമെന്ന് പറയാനുള്ള ഒരു മനസ്സ്, അതൊരു അഡിക്ഷനാണ്. വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു ചേച്ചിക്ക് നിങ്ങൾ എല്ലാവരും കൂടെ സംഘടിച്ചിട്ട് ഒരു വീട് വെച്ചു കൊടുത്തതിന്റെ അഭിമാന കഥ നിങ്ങളുടെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, ജീവിതത്തിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റൊരാളുടെ മുഖത്ത് വിടരുന്ന ഒരു ചെറിയ പുഞ്ചിരിയേക്കാളും വലിയൊരു അഡിക്ഷൻ ഒന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ളത് ഈ തലമുറ തിരിച്ചറിയുന്ന ഒരു കാലം തന്നെയായി ഇത് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ ജനാധിപത്യ ബോധം, നിങ്ങളുടെ മതേതര മൂല്യങ്ങളോടുള്ള ഇഷ്ടം, നിങ്ങളുടെ സംരംഭക മോഹം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടിയുടെ മുഖത്ത് വരുന്ന ഒരു ചിരി, കരഞ്ഞുകൊണ്ട് ഓടി വന്ന് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിക്കുന്നത്, ലൈഫിനോടാണ് അഡിക്ഷൻ വരേണ്ടത്. ഗെറ്റ് അഡിക്റ്റഡ് ടു യുവർ ലൈഫ്, മറ്റൊന്നിനോടുമല്ല. ബോധം നിങ്ങളുടെ കളയുന്ന ഒന്നിനോടുമല്ല നിങ്ങളുടെ അഡിക്ഷൻ വേണ്ടത്, ലൈഫിനോടാണ് നിങ്ങളുടെ അഡിക്ഷൻ വേണ്ടത്. അത് ഒരുപാട് പോസിറ്റീവ് സ്റ്റോറീസ് ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇപ്പൊ ബാസ്കറ്റ് ബോളിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ കളിക്കാൻ വേണ്ടി ഇന്ത്യ കാത്തിരിക്കുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെത്തപ്പോ ഒരു വലിയ ഫൈനൽ, മേജർ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് അവർ വീണ്ടും ഇന്ത്യയെ കൈപ്പിടിച്ച് നടത്തുന്നു. നിങ്ങളുടെ ക്രിക്കറ്റിനോട് മാസ്റ്റേഴ്സ് ലീഗ് കളിക്കുമ്പോൾ ഇപ്പോഴും വിന്റേജ് സച്ചിന്റെ ബാറ്റിൽ നിന്ന് ഇപ്പോഴും 4ഉം 6ഉം വരുന്നത് കാണുമ്പോൾ ഗെറ്റ് അഡിക്റ്റഡ്. അവിടെ ഗോൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള നെയ്മർ, ലൈഫിൽ എത്രത്തോളം പോസിറ്റീവ് അഡിക്ഷൻസ് ഉണ്ട്. ഗെറ്റ് അഡിക്റ്റഡ് ടു ദാറ്റ്. നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് മറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തണം. അതിന് പൊതുസമൂഹം ഇടപെടണം. ഗവൺമെന്റും സംവിധാനങ്ങളും വകുപ്പും പോലീസും ഒക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അതിനപ്പുറം പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മളും ഓരോരുത്തരും നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രചോദനമായി ഈ ചടങ്ങും ഈ കാലവും മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, 3 decades 30 വർഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടം. 104 കുട്ടികൾ തുടങ്ങുന്ന ഒരു സംരംഭം 1900 ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന മുഴുവൻ സാറ്റിസ്ഫാക്ഷനും ഈ മുറ്റത്ത് നിന്ന് Today we gather here with emotions to bid farewell to the remarkable